അത് നല്ല വൃത്തികേട്. എന്റെ വീടെങ്ങാനും ബ്ലോഗാക്കി ഞാൻ കൊല്ലും. എന്തടോ ഇതാണോ തന്റെ വീട്? ഇത് തനിക്ക് ആടാൻ വേണ്ടി കെട്ടിയതാവും. ഞാനൊരു ആട്ടക്കാരിയാണ്. ഞാനൊരു ആട്ടക്കാരിയാണ്. നീ നൈസാക്കണോ? എന്തെങ്കിലുമൊക്കെ ഒരു നൈസാക്കി. ഇത് അത്ര നൈസ് ഒന്നല്ല. ചൂടുണ്ട് കേട്ടാ. ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. കാണാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ആക്ച്വലി അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. വേറെ ആരുമല്ല, ഹൂറിനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഹൂറി എന്ന് പറയുന്നത് ഗൗരി ചേച്ചിയാണ് കേട്ടോ. അതായത് ഞങ്ങൾ ഒരുമിച്ചതിന് ബാംഗ്ലൂർ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായത്. ഗൗരി ചേച്ചി PhD ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഡോഗ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തത്. ഇപ്പോൾ ആൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൗരി ചേച്ചീൻ്റെ അടുത്തേക്കാണ് പോകണം. ഇന്നൊരു ദിവസം സ്റ്റേ അടിച്ച് നാളെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അച്ഛനാണ് ബസ് സ്റ്റോപ്പിലാക്കി തന്നത്. ബസ് സ്റ്റോപ്പിലാക്കി തന്ന അപ്പം തന്നെ അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കയറി നേരെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡ് വന്നിട്ട്. ഇവിടുന്ന് നേരെ ഈ ഒരു വളവ് വളഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഹൂറി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഹൂറിയും കൂടെ അങ്ങനെ ഓട്ടോ പിടിച്ച് ഹൂറിൻ്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ കഴിച്ച് നമ്മൾ കാട്ടുകൂടെ ഹൂറിൻ്റെ വീട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം ഭയങ്കര കാടാണ്. അത് നല്ല വൃത്തികേട്. എന്റെ വീടെങ്ങാനും ബ്ലോഗാക്കി ഞാൻ കൊല്ലും. എന്തടോ വൃത്തികേടായിട്ട് അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. ഇതാണോ തന്റെ വീട്? ഇത് തനിക്ക് ആടാൻ വേണ്ടി കെട്ടിയതാവും. ഞാനൊരു ആട്ടക്കാരിയാണ്. ഞാനൊരു ആട്ടക്കാരിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനൽ എത്തിയിരിക്കുന്നു. ഇത് കാണിക്കരുത്. കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഹൂറിൻ്റെ വീടും വീട്ടുപരിസരവും ഒക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഹൂറി ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ ബാംഗ്ലൂരുള്ള സമയത്ത് ഞാൻ ഹൂറിൻ്റെ അപ്പാർട്ട്മെൻറ്റ് തന്നെയേനു. അവിടെ തന്നെയാണ് നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുക, പിന്നെ തിരിച്ച് ഹൂറിൻ്റെ വീട്ടിൽ പോവുക, പിന്നെ രാവിലെ അഗെയിൻ ലാബിക്ക് വർക്കിന് പോവുക. ഇങ്ങനെയൊക്കെയാണ് പരിപാടി വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഹൂറി ഇതാ പുതിയ അപ്പാർട്ട്മെൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് ആദ്യമായിട്ടാണ് കേട്ടോ കാണണേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും ഇവിടെ നിന്നിട്ട് നാളെ നമുക്ക് തിരുമ്പി പോവാമെന്നുള്ളത് വിചാരിച്ചു. ഓക്കെ, സോ അങ്ങനെ ഞാനിതാ നേരെ നമ്മൾ ഹൂറിൻ്റെ നാടും വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എവിടെ? ഓ മാൻ. ഹായ് സ്കൂബി. ഹായ്. സ്കൂബിക്ക് പേടിയുണ്ട് തോന്നുന്നു. അതിന് പോയി തൊട്ടോക്കിയാലോ? എത്ര ഫാം ഉണ്ട് തനിക്ക്? 1800. ഓക്കെ, സോറി. ഇപ്പൊ തന്നെ അടിയിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ, സ്ഥലം വാങ്ങിയാലോ? വാങ്ങാം. വാങ്ങിക്കോടോ. പോടോ. ചാടിക്കോ. ഇത് കണ്ടോ, പെപ്പറിലൊരു ബഗ് ഇരിക്കുന്ന. എവിടെ? ദ മീലി ബഗ്, പൈപ്പർ നൈഗ്രം. അറിയില്ല. അങ്ങനെ ഗൈസ്, ഞാൻ വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് അവിടേക്കൊന്ന് നടന്ന് കളിച്ച്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചായ കുടിക്കണം. അതാണ് അടുത്ത പരിപാടി വന്നിട്ട്. അപ്പോൾ ഹൂറി എന്താണ് ഈ സാധനം ഉണ്ടല്ലോ, എന്താണത്, ഉള്ളിവട ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാണ്ട് നല്ലൊരു മസാല ചായയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൂറി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ്. അതായത് 4 ദിവസമായിട്ടുള്ള ജിമ്മിന് പോകാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ തന്നെ ഈ ഗ്രീൻ ടീ ഒക്കെ വീട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഇവിടെ കുറേ ഫ്ലേവേർഡ്
ആയിട്ടുള്ള ഗ്രീൻ ടീ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കുറേ ഈസ്തെറ്റിക് കുപ്പികളുണ്ട് ഗൈസ്. ചെടി വെക്കാനാ? അയ്യോ അങ്ങനെയൊന്നും വെക്കണ്ട. ഇതൊക്കെ തന്നെയാണോടോ? അങ്ങനെ ഗൈസ് ഇറ്റ്സ് ടൈം ഫോർ എ ടീ. അതായത് നമുക്ക് പോയി ചായ കുടിക്കാം. ചായ മാത്രമല്ല നല്ല എന്താ പറയുക ഉള്ളിവടയും പിന്നെ കൂടെ ഒരു 3 കാടമുട്ടയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ് കഴിക്കൽ, അതായത് ഈവനിങ്ങിന് ശേഷമുള്ള ഫുഡ് കഴിക്കൽ നമ്മൾ ആരംഭിക്കുന്നത്. കൊതുകുതിരി കത്തിക്കുന്നു. അങ്ങനെ ഞാനും ഹൂറിയും കൂടെ നല്ല ചായയൊക്കെ കുടിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. വർത്താനം എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് തീരില്ലേ, എന്തൊക്കെയോ ഇങ്ങനെ കുറേ പറഞ്ഞു. പിന്നെ പണ്ടത്തെ നമ്മളൊക്കെ NCBS കുറച്ച് കഥകൾ, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞ് നമ്മൾ ഇരുന്ന് കേട്ടോ. കുറേ നേരം ചായ കുടിച്ചിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അല്ല എന്തുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇതെന്തോ കഴുകാനാ? ഇത് കഴുകി ഈ തണ്ട് വേണ്ട, അതിങ്ങനെ ഇട്ടിട്ട് അതുപോലെ മല്ലിയല്ലേ അതിങ്ങനെ അത് ഇത്തിരി ആദ്യത്തെ ഈ ഫ്രജൈൽ തണ്ടൊക്കെ വന്നാലും കുഴപ്പമില്ല, എല്ലാം ഒന്ന് അങ്ങനെയാണല്ലോ എൻ്റെ ടെക്നിക്ക്. ഒരു നല്ല ചിക്കൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കലാപരിപാടികളാണ് ഇപ്പം നടക്കുന്നത്. അഭിനയിക്കുകയെന്ന് തോന്നരുതേ. എത്ര നൈസാക്കണം? നല്ല നൈസ്. നീ നൈസാക്കണോ? എന്തെങ്കിലുമൊക്കെ ഒരു നൈസാക്കി. ഇത് അത്ര നൈസ് ഒന്നല്ല. അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. അതായത് ഹൂറിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അധികം പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. അതായത് 1 pot ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുമാതിരത്തെ സാധനങ്ങളൊക്കെ പവിത്രൻ കൊണ്ടു തന്നു കേട്ടോ. ആ പവിത്രൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പവിത്രൻ ആരാന്ന് വെച്ചാൽ ഹൂറിൻ്റെ ഭർത്താവാണ് ഗൈസ്. അപ്പം പവിത്രൻ ഇപ്പോൾ പണി കഴിഞ്ഞൊക്കെ വന്നേ ഉള്ളൂ. അപ്പം മൂപ്പരിപ്പം കറൻ്റ്ലി നമ്മളുടെ KGBയിലെ മാനേജറാണ് ഇവിടെ രാമനാട്ടുര. അപ്പോൾ രാമനാട്ടുര ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത മാനേജർ ഈ ഹൂറിൻ്റെ ഭർത്താവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഫുഡ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമാതിരി കുറേ അതായത് കക്കിരിയും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇതുമാതിരി നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് സാലഡ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻസ് ഭയങ്കര അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ആ മൂടി നിട്ടിട്ട് വിസിൽ ഇട്ടിട്ടില്ല, അത് ജസ്റ്റ് ഒരു ഷോക്കി വെച്ചേ ഉള്ളൂ കേട്ടോ. ക്യാമറയിൽ കാണാൻ കുഴപ്പമില്ല അല്ലേ? എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? സ്റ്റുപ്പിൻ്റെ ഫെൻഡബുലസ്. അങ്ങനെ ഫൈനലി കഴിച്ച് നമ്മൾ 1 pot ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇത് ഹൂറിൻ്റെ ഫസ്റ്റ് ട്രൈ ആണെന്നാണ് പറയുന്നത്. അതായത് 1 pot ഇട്ടിട്ടുള്ള ചിക്കൻ ബിരിയാണി കേട്ടോ. ഒരു പാത്രത്തിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് ട്രൈ ആണെന്നാണ് ഹൂറി പറയുന്നത്. ചൂടുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, സോ ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ തട്ടൽ. ഇതൊക്കെ നമുക്ക് തിന്നാനുള്ള സമയമായി. പിന്നെ ഹൂറിൻ്റെ അടുക്കളയിൽ ഇതുപോലെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള കുപ്പി പാത്രങ്ങളുണ്ട് കേട്ടോ. എസ്തെറ്റിക് സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ കണ്ണങ്ങോട്ടേക്ക് പോകും. ഞാനതൊക്കെ ഫോട്ടോയും വീഡിയോയും എടുക്കും. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ തിന്നാൻ റെഡി ആയി ഗൈസ്. 1 pot ബിരിയാണിയായി ലാസ്റ്റ് തലപ്പാക്കട്ടി ബിരിയാണിയായി മാറി. ഇത്തിരി കുഴഞ്ഞു ഫൈനലി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ബിരിയാണിയൊക്കെ തട്ടി അതിൻ്റെ മുകളിൽ ഒരു മസാല ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞാനും ഹൂറിയും പവിത്രനും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം 12:20 കഴിഞ്ഞ്, അതായത് 12:20 AM ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കൊലായിലിരുന്ന് ഇതുപോലെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പം സമയം കറക്റ്റ് വന്നിട്ട് 2 മണിയായി കേട്ടോ. 2 മണിയായിട്ട് നമ്മൾ ഉറങ്ങിയില്ല, നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. അതായത് ഹൂറിൻ്റെ വീട്ടിലെ Day 2 ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അത്രയൊക്കെയുള്ളൂ ഗൈസ്. Thank you so much.